ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഏപ്രിലിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ്, നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽസുകളൊക്കെ എല്ലാതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസുകളിൽ. ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മെയിൻ സബ്ജക്റ്റ് ഇംഗ്ലീഷ്, അതിൻ്റെ ചാപ്റ്റേഴ്സിൽ നിന്ന് പുറത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻസുകൾ വരും. ഏകദേശം 50% മാർക്കിലുള്ളതൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാനും ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാവാനും, അതുപോലെ ഓരോ ആൻസറിന് എത്ര ഇത് എഴുതണം, 5 മാർക്കിന് എത്ര പേജ് എഴുതണം, എത്ര ലൈൻ എഴുതണം, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എങ്ങനെ മനസ്സിലാക്കുക, ലെറ്റർ എങ്ങനെ എഴുതുക, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകളാണ് ഈ വീഡിയോ ക്ലാസ്സിലും ഓഡിയോ ക്ലാസ്സുമായിട്ട് ബേസ് ഇംഗ്ലീഷിൻ്റെ ഈ ക്ലാസ്സിൽ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് മന്തിൽ, ഈ മാസം നമുക്ക് റിവിഷൻ ചെയ്യാനും അതുപോലെ ക്ലാസ്സുകൾ ഏതെങ്കിലും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള മന്തായിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ടൈം ഷെഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഓൾഡ് ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏപ്രിൽ ഏപ്രിലാണല്ലോ, ഏപ്രിൽ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കേണ്ട ടൈം ഷെഡ്യൂൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി വരെയുള്ള, ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയുള്ള 6 മാസത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷിൽ 3 ചാപ്റ്റർ വീതം എല്ലാ മാസവും, മലയാളം 3, സോഷ്യൽ സയൻസ് അതുപോലെ 3 ചാപ്റ്റേഴ്സ്, മാത്സ് 3 ചാപ്റ്റർ, ഇങ്ങനെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഓരോ മാസവും സിമ്പിളായി വളരെ കുറഞ്ഞ ടൈം ചിലവാക്കി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിരുന്നത്. ഇപ്പോൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ഉള്ളത് റിവിഷനും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുള്ള മന്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. തീരെ കംപ്ലീറ്റ് ചെയ്യാത്ത, ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട ഏരിയാസുകൾ തന്നെ നിങ്ങൾ കവർ ചെയ്തിട്ട്, അത് ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് മാർച്ചിൽ മോഡൽ എക്സാമാണ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു ടൈമിൽ പറഞ്ഞുതരാം. അതുപോലെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഗ്രൂപ്പിൽ അതിൻ്റെ വീഡിയോ അയച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് വരും, ടൈം ടേബിൾ ലിസ്റ്റ് വരും. ആ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്കൂളുമായി കോൺടാക്റ്റ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ അവർ പറയുന്ന ആ ഡേറ്റും ടൈമും നോക്കിയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആ PCP ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാക്ടിക്കൽ എക്സാം എങ്ങനെ എഴുതാം, അതിൽ പ്രാക്ടിക്കൽ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ തയ്യാറാക്കി കൊണ്ടുപോവേണ്ട പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് എങ്ങനെ തയ്യാറാക്കാം, അതിൻ്റെ സബ്ജക്റ്റുകൾ എങ്ങനെയാണ്, അതെങ്ങനെ എഴുതാം, അതിൻ്റെ ആൻസേഴ്സുകൾ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഉള്ളത് ഈ ക്ലാസ്സിലാണ് പറഞ്ഞു തരാം. അതുപോലെ ഈ ക്ലാസ്സിൽ അറ്റൻഡൻസ് നിർബന്ധമാണ്. നിങ്ങൾ സൈൻ ചെയ്യണം, പോയി ഒപ്പിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്ന് പോരണം. എന്നാലേ നിങ്ങൾക്ക് അതിൽ ഈ ഒരു ക്ലാസ്സിന് പങ്കെടുത്ത ഒപ്പും അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിന് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി കൊണ്ടുപോവുകയും പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 50% മാർക്ക് പ്രാക്ടിക്കലിൽ കിട്ടി നിങ്ങൾ പാസ് ഔട്ട് ആകും. അറ്റൻഡ് ചെയ്താൽ തന്നെ എന്താകും, ഇനി നിങ്ങൾക്കൊന്നും എക്സാം എഴുതി കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ പാസ് ഔട്ട് ആകും പ്രാക്ടിക്കലിൽ. അപ്പോൾ പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ മെയിൻ എക്സാം പാസ്സാവില്ല എന്നുള്ളത് അറിയാമല്ലോ, വളരെ ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കൽ നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എനിവേ, നിങ്ങളുടെ ക്ലാസ് അതിൽ നോക്കുമ്പോൾ, ടൈം ഷെഡ്യൂൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് സയൻസിനും മാത്സിനും, ഈ 2 വിഷയങ്ങൾക്കാണ് പ്രാക്ടിക്കൽ ഉള്ളത്. ഇവ രണ്ടും അഥവാ ബൈ ചാൻസിൽ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൽ കാണുകയാണെങ്കിൽ സ്കൂളുമായി കോൺടാക്ട് ചെയ്ത് എനിക്കിങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൽ അങ്ങനെയാണ് കാണുന്നത്, ഇനി ക്ലാസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കാനുള്ള സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യുക, അത് കൊണ്ടുപോകും. പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ അത് കൊണ്ടുപോയാലും മതി. ചില സെൻറ്റേഴ്സ് ഈ PCP ക്ലാസ് നടത്താറില്ല, ചിലർ പേരിന് വേണ്ടി മാത്രം നടത്തുന്ന, ചിലർ വളരെ നിർബന്ധമായിട്ട് നല്ല രീതിയിൽ തന്നെ നടത്തുന്നവരുമുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ക്ലിയർ വരുത്തുക. എനിവേ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മെയിൻ എക്സാം പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിന് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി കൊണ്ടുപോകണം. അതൊക്കെ എല്ലാ സ്ഥലത്തും കമ്പൾസറിയാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. അതുപോലെ തൊട്ടതായ വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ഏതൊക്കെ
ചാപ്റ്റേഴ്സ് എത്ര മാർക്കിനാണ് വരിക എന്നുള്ളതൊക്കെ ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മന്ത് ക്ലാസ്സിൽ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ റിവ്യൂ ചെയ്യാനും അതുപോലെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും അതൊക്കെ ചെയ്യാം. മാത്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ ക്ലാസ്സിൻ്റെ ഫുള്ളായിട്ട് ഇവിടെ അവൈലബിൾ ആണല്ലോ. ആ വീഡിയോ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഈ ആദ്യത്തെ വീഡിയോസുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഓരോന്നും മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ മനസ്സിലാക്കി നെക്സ്റ്റ് മന്തിൽ നമ്മുടെ മോഡൽ എക്സാം നടത്തുമ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് അയച്ചിരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് 2-3 മണിക്കൂർ സമയം തരും. ആ 3 മണിക്കൂർ ആകുമ്പോഴേക്ക് അതിൻ്റെ ആൻസേഴ്സുകൾ എഴുതി അത് ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് 3 മണിക്കൂറിൻ്റെ ശേഷം ഒരു എക്സ്ട്രാ അരമണിക്കൂറും കൂടെ തരും. അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എഴുതി അയക്കണം PDF ആക്കിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഏതെങ്കിലും ഏരിയ മനസ്സിലാവാത്ത മറ്റു ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാം. എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ആൻസേഴ്സുകൾ എഴുതുക. നല്ലവണ്ണം എഴുതുന്നതിനും മാർക്കുകൾ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ കൊണ്ട് എത്രത്തോളമാണ് എങ്ങനെയൊക്കെയാണ് കഴിയുക ആ രീതിയിലൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യുക. ഇതിൻ്റെ ഡൗട്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ മാർക്കുകൾ വാങ്ങി നല്ല രീതിയിൽ തന്നെ പാസ് ഔട്ട് ചെയ്യട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട പരിശ്രമമൊക്കെ ഫുള്ള് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആവശ്യമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഡൗട്ട്സ് ക്ലിയറൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത് ആ ചാപ്റ്റേഴ്സുകളും ആ ഒരു 50-60 മാർക്കിനുള്ളത് ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് പാസ് ഔട്ട് ചെയ്യാൻ പറ്റൂ. ഏകദേശം ഒരു 30 മാർക്ക് 33 മാർക്ക് വാങ്ങിയാൽ പാസ്സാകാൻ പറ്റുമെങ്കിലും 50 മാർക്കുള്ള മിനിമം പഠിച്ചാലേ നമുക്കൊരു ഏകദേശം ഒരു 30-33 മാർക്ക് വാങ്ങാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.